മോട്ടറോളയുടെ മോട്ടറോള റേസർ 60 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പോൾ 10 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള റേസർ 60 എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പം ഉള്ളിൽ 6.9 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. മുമ്പ് 6.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ് ആയിരിക്കും വരിക എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് 6.9 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ് ആയിട്ടായിരിക്കും വരിക എന്നാണ്. പിന്നെ OLED പാനലായിരിക്കും ഈ ഫോണിൽ വരിക. എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 3.63 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. ഇതിലും OLED പാനൽ തന്നെ ആയിരിക്കും വരിക. റെസൊല്യൂഷൻ വരിക 1056x1056 ആയിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വില ഒരു 55,000-60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫ്ലിപ്പ് ഫോണിൽ പുറത്ത് ഇത്രയും വലിയൊരു സ്ക്രീൻ സൈസ് വരുന്നു എന്നുള്ളതും നല്ലൊരു കാര്യമായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400X എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 55,000-60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ അല്ല. പക്ഷേ ഇതൊരു ഫ്ലിപ്പ് ഫോണാണ്. അപ്പം ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ് ഫോൾഡബിൾ ഫോൺസിൽ. അല്ല മെയിനായിട്ട് പെർഫോമൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. 13 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. പിന്നെ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും ഇതിൽ വന്നേക്കാം. അപ്പോൾ തിരക്കില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 4500 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. ഫ്ലിപ്പ് ഫോൺസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നതായിരിക്കും. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മോട്ടറോള റേസർ 50 എന്ന സ്മാർട്ട് ഫോൺ 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഫോൺ ആ ഒരു റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. 55,000-60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും മോട്ടറോളയുടെ റേസർ 60 എന്ന പുതിയൊരു ഫോൾഡ് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.